വെണ്ണക്കല്ലിന്റെ ലാവണ്യത്തിൽ ചാലിച്ച സുവർണ സ്വപ്നങ്ങളുടെ മഴവിൽ കാന്തികൾ തളിരിട്ട് കളിയാടുന്ന മണവറയുടെ മനോഹരമായ അകത്തളത്തിലേക്ക് പുതുമണവാളനെ കാത്തുകാത്തിരിക്കുന്ന പുതുമണവാട്ടിയായ സുന്ദരിയുള്ള മണിയറ. ആ മണിയറയെ പറ്റിയാണ് ആദ്യ രാത്രി, ഫസ്റ്റ് നൈറ്റ് എന്ന് നമ്മൾ പറയാറുള്ളത്. സഹോദരാ, അങ്ങനെ ഒരാദ്യ രാത്രി എന്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടാകാം, ഇനി പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ടാകാം. പക്ഷേ മനുഷ്യ, ഖബറിലെ ആദ്യ രാത്രി ആ ആദ്യ രാത്രിയല്ല, അതൊരു ഭീകരമായ ആദ്യ രാത്രിയാണ്. സുബ്ഹാനല്ലാഹ്. ഖബറൊന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മാളമാ സുബ്ഹാന റബ്ബിയതിൽ കിടക്കേണ്ടതാണു സമാന. ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. കാർഡില്ല റേഷൻ വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല തള്ളലാണത് കൊണ്ട്. ഇത് കേൾക്കാത്തവരാരും ഉണ്ടാവൂല. അള്ളാഹു തഴവ ഉസ്താദിന്റെ ദർജയെ ഏറ്റി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു തഴവ ഉസ്താദിന്റെ ബറക്കത്തുകൊണ്ട് എന്റെയും നിങ്ങളുടെയും കൽബുകളെ അള്ളാഹു നന്നാക്കി തരട്ടെ. ഇത് കേൾക്കാത്തവരാരും ഉണ്ടാവില്ല. റിയലി അതാണ് ഖബർ. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഖബർ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ പരലോക ജീവിതത്തിലെ ആദ്യത്തെ ഭവനം. അതയാൾ രക്ഷപ്പെട്ടാൽ അയാൾ എല്ലാം രക്ഷപ്പെട്ടു. അതയാളെങ്ങാനും പരാജയപ്പെട്ടു പോയാലോ മുഴുവൻ അയാൾക്ക് പരാജയമാണ്. സുബ്ഹാനല്ലാഹ്. ഖബറിൽ ഒരു മനുഷ്യനെ ഇറക്കി വെക്കുന്ന സമയം, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വേദനയുള്ള നിമിഷം എപ്പോഴാണെന്നറിയുമോ? ജനാസ അയാളുടെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടു പോകുന്ന സമയം. അയാളുടെ ആത്മാവ്, സഹോദരങ്ങളെ, ആ മനുഷ്യന്റെ ആത്മാവ്, ചില പണ്ഡിതന്മാർ പറയുന്നത് കാണാം, തന്റെ പ്രിയപ്പെട്ട ഭാര്യ ജനൽവാതിലിന്റെ കമ്പിയിൽ പിടിച്ചിട്ട് കരയാണ്, തന്റെ പൊന്നു മക്കള് നിലവിളിക്കാണ്, ഓ എന്റെ പ്രിയപ്പെട്ടവനെ, ഇനി നിങ്ങളെ ഞാൻ ഒരിക്കലും കാണുകയില്ലല്ലോ, ഇനി നിങ്ങളെ ഞാൻ കണ്ടുമുട്ടുകയില്ല. ഭാര്യ നിലവിളിക്കാണ്. ഭാര്യ നിലവിളിക്കാണ്, ഇനി ഒരിക്കലും കാണൂലല്ലോ എന്ന്. മക്കള് വിളിക്കാണ്, എന്റെ ഉപ്പാ ഉപ്പാ എന്ന് വിളിക്കാണ്. അപ്പോ സഹോദരങ്ങളെ, ആ ജനാസക്ക് ഇതെല്ലാം കേൾക്കാൻ കഴിയുമെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജനാസക്ക് ഇതെല്ലാം കേൾക്കാൻ കഴിയും. അന്നേരത്തെ ആത്മാവ് ആലോചിക്കുകയാണ്, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ആ ജനാസ ഇങ്ങനെ ആലോചിക്കും, ജനാസ ഇങ്ങനെ ചിന്തിക്കും, പച്ച കള്ളമാണ് അവള് പറയുന്നത്. ഭാര്യ പറയുന്നത് പച്ച കള്ളം, പെരുന്നുണ. എന്താ നുണ പറയുന്നത്? ഭാര്യ പറയാണ്, ഇനി എനിക്കാരാ ഉള്ളേ, ഇനി എനിക്കാരാ ഉള്ളേ, എന്റെ പ്രിയതമൻ എന്നെ വിട്ടിട്ട് യാത്രയായി പോയില്ലയോ, ഇനി എനിക്കാരാണ്, എനിക്ക് തണല് നൽകാനാരാ എന്ന ഭാര്യ നിലവിളിക്കുന്ന സമയത്ത് ജനാസ ചിന്തിക്കുമത്രേ, പച്ച കള്ളമാണ് അവൾ പറയുന്നത്.
കാരണം എന്താണ്? ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞൊരു 3 ദിവസം 4 ദിവസം ഒരു മാസം അങ്ങ് പാസായി പോയാൽ അവന്റെ ഭാര്യ പിന്നെ അവനെ പറ്റി ആലോചിച്ച് വ്യസനിച്ചിരിക്കുന്നില്ല. അവന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ആ പ്രിയപ്പെട്ട പിതാവിന്റെയോ മാതാവിന്റെയോ വേർപാടിൽ ദുഃഖമില്ല. വാപ്പ മരണപ്പെട്ടു പോയാലും ഉമ്മ മരണപ്പെട്ടു പോയാലും നിങ്ങൾ ആര് മരണപ്പെട്ടു പോയാലും അങ്ങനെയാണ്. ഞാനും നിങ്ങളും വിചാരിക്കും നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മുടെ വീട്ടിലെന്തോ ഭൂകമ്പം ഉണ്ടാകുമെന്ന്. ഒരു ഭൂകമ്പം ഉണ്ടാവില്ല സഹോദരങ്ങളെ. അതാണ് ആ ജനാസ ആലോചിക്കുന്നത്. പച്ചക്കള്ളം പറയാണ്, പച്ചക്കള്ളം പോരാ സഹോദരങ്ങളെ. സ്വാലിഹായ മനുഷ്യന്റെ ആത്മാവ്, സ്വാലിഹായ മനുഷ്യന്റെ ജനാസ ഖബറിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ആ ഖബറാളികളോ ആ ജനങ്ങളോട് പറയുകയാണ്, വേഗം 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 എന്നെ കൊണ്ടുപോകുവീൻ. ഒരു മനുഷ്യനെ ഇവിടെ നിന്ന് ജോലി അന്വേഷിച്ച് വിദേശത്തേക്ക് പോയയാളാണ്. പോലീസ് അയാളെ അവിടെ എന്തോ അനധികൃതമായൊരു സംഭവത്തിൽ അറസ്റ്റ് ചെയ്തു. 5 വർഷക്കാലമായി അയാള് ജയിലിലാണ്. ജയിൽ ജീവിതം 10 വർഷക്കാലമായി. 10ാമത്തെ വർഷമായപ്പോൾ അയാൾക്ക് അതാ ആ രാജാവ്, അവിടുത്തെ ഭരണാധികാരി അയാൾക്ക് മോചനം കൊടുക്കുകയാണ്. അയാൾക്ക് വിമോചനം കിട്ടുകയാണ്. വേഗം അയാൾക്ക് ടിക്കറ്റും എല്ലാം റെഡിയാക്കി കൊടുത്തിട്ട് നാട്ടിലേക്ക് കയറി പോകാൻ ഉള്ള സംവിധാനം ഒരുക്കി കൊടുക്കുകയാണ്. ഈ മനുഷ്യൻ എയർപോർട്ടിലേക്ക് ചെന്നു. ഫ്ലൈറ്റ് കയറിയിരുന്നപ്പോ അറിയിക്കുന്നു ഫ്ലൈറ്റ് 2 മണിക്കൂർ ഡിലേ ആണ്. ഫ്ലൈറ്റ് 2 മണിക്കൂർ ഡിലേ ആണ്. ഇയാളിങ്ങനെ ശാസിക്കും, മോശമായിപ്പോയല്ലോ, എന്താണ് ഇങ്ങനെ ഫ്ലൈറ്റ് ഡിലേ ആയോ? അയാളുടെ ഫ്ലൈറ്റ് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്നും മംഗലാപുരത്ത് ലാൻഡ് ചെയ്തപ്പോൾ, അതല്ലെങ്കിൽ കോഴിക്കോട് ലാൻഡ് ചെയ്തപ്പോൾ, അയാൾ അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് ട്രെയിൻ കയറാൻ വേണ്ടി പോകുന്ന സമയത്തതാ ടാക്സി വിളിച്ചു പോകുമ്പോൾ വഴിയിലൊരു ആക്സിഡന്റ് കണ്ട് അയാളുടെ വണ്ടി വീണ്ടും 2 മണിക്കൂറോ 1 മണിക്കൂറോ ലേറ്റ് ആകുമ്പോ അയാൾ വീണ്ടും ശപിക്കും, എല്ലാരെയും ശപിക്കും. കാരണം എന്താണെന്നറിയോ? അയാളുടെ കൽബിൽ അയാളുടെ പ്രിയപ്പെട്ട ഉമ്മാന്റെ മുഖമാണ്. 10 വർഷമായി തന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമോളുടെ മുഖമാണ്. പ്രസവിച്ച ഉടനെ 3 മാസം തികയുന്നതിനു മുമ്പ് ഗൾഫിലേക്ക് പോയതാ. തന്റെ പൊന്നുമോളെ കണ്ടിട്ടില്ല. വല്ലപ്പോഴുമൊക്കെ ഫോണിൽ വിളിക്കുമ്പോ പൊന്നുമോളുടെ വർത്തമാനങ്ങൾ കേൾക്കാറുണ്ടായിരുന്നു. ജയിലിലായതിൽ പിന്നെ ഫോൺ വിളിക്കാനും സൗകര്യമില്ല. ഇന്നേക്ക് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് 10 വർഷവും 3 മാസവും പ്രായമായിരിക്കുകയാണ്. ആ പൊന്നുമോളെ ഒന്ന് കാണണം. താൻ പോരുന്ന സമയത്ത് 3 വയസ്സ് പ്രായമുണ്ടായിരുന്ന മകനുണ്ട്. ആ മകൻ ഇന്ന് 13 വയസ്സ് പ്രായമായി. ആ മകനെ ഒന്ന് കാണണമെന്ന ഉത്കടമായ ആഗ്രഹം ഈ മനുഷ്യന്റെ മനസ്സിൽ മുട്ടിട്ടിരിക്കുകയാണ്. അയാളുടെ പ്രിയപ്പെട്ട മാതാവിനെ കാണാനുള്ള അഭിവാഞ്ച മനസ്സിന്റെ അകത്തളത്തിലുണ്ട്. അയാളുടെ പ്രിയപ്പെട്ട ഭാര്യയില്ലയോ? തന്റെ രാവുകളെ മനോഹരമാക്കിയ തന്റെ പ്രിയപ്പെട്ട പ്രിയതമാ, തനിക്ക് 2 സന്താനങ്ങളെ പ്രസവിച്ച് സമ്മാനിച്ച തന്റെ പ്രിയപ്പെട്ടവൾ 10 വർഷമായി തന്റെ പ്രിയപ്പെട്ടവൻ അടുത്തില്ല. തന്റെ എല്ലാ മോഹങ്ങളും എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹുവിന്റെ വിധിയിൽ ക്ഷമിച്ചുകൊണ്ട് പൊരുത്തപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി തന്റെ പ്രിയപ്പെട്ടവന് വേണ്ടി എല്ലാം ക്ഷമിച്ച് സഹിച്ചവൾ കാത്തുകാത്ത് കണ്ണിലെണ്ണയൊഴിച്ച് തന്റെ പ്രിയപ്പെട്ടവന്റെ വരവും കാത്തുകാത്തിരിക്കുകയാണ്. താൻ നാട്ടിൽ നിന്ന് യാത്രയായി ഈ സൗദിയിലേക്ക് വരുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട പിതാവ് എയർപോർട്ടിൽ കൊണ്ടുവന്ന് യാത്രയാക്കിയതാണ്. ആരോ പറഞ്ഞു വാപ്പ മരണപ്പെട്ടു പോയിരിക്കുകയാണ്, തനിക്ക് യാത്രയേക്കാൻ
നാട്ടിൽ നിന്നുണ്ടായിരുന്ന പിതാവ് ഇന്ന് ഇല്ല. എനിക്ക് പോയിട്ട് നേരെ വാപ്പാന്റെ ഖബറിൽ ഒന്ന് പോകണം, വാപ്പാന്റെ ഖബറൊന്ന് സിയാറത്ത് ചെയ്യണമെന്ന് ആ മനുഷ്യൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ തന്റെ വീടിന്റെ ചിത്രമാ നിറച്ചും മനസ്സിനകത്തുള്ളത്. തന്റെ പൊന്നുമോന്റെ ചിത്രം, തന്റെ പൊന്നുമോയുടെ പൂമുഖം, തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖം, തന്റെ ഉമ്മാന്റെ മുഖം, ഇതെല്ലാം ആ മനുഷ്യനെ മാടി മാടി വിളിക്കുകയാണ്. വേഗം നാട്ടിലേക്ക് പോകണം, വേഗം നാട്ടിലൊന്ന് എത്തിപ്പെടണം, വേഗം തന്റെ ഭാര്യയെ കാണണം, തന്റെ ഉമ്മാനെ കെട്ടിപ്പിടിച്ച് കവിൾത്തടത്തിലൊരു മുത്തം കൊടുക്കണം, തന്റെ പ്രിയപ്പെട്ടവനെ ചേർത്തെടുക്കണം, തന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമോളെ വാരിയെടുത്തവരുടെ നെറ്റിത്തടത്തിൽ ഉമ്മ വെക്കണം. ഇങ്ങനെ 1000 100,000 ആഗ്രഹങ്ങൾ ആ മനുഷ്യന്റെ മനസ്സിന്റെ അകത്തളത്തിൽ വേലിയേറ്റം സൃഷ്ടിക്കുകയാണ് സഹോദരങ്ങളെ. ഇതുപോലെ ഇതിനേക്കാൾ സാലിഹായ മനുഷ്യന്റെ ജനാസയ്ക്ക് വേഗമെത്താൻ ധൃതിയായി പോയി. ഖബറിന്റെ അകത്തളത്തിലേക്ക് സാലിഹായ മനുഷ്യന്റെ ജനാസ, ആ ജനാസയ്ക്ക് വേഗമെത്താൻ ധൃതിയായി പോയി. കാരണം എന്താണെന്നറിയുമോ? അയാള് ലോകത്തോട് വിട പറഞ്ഞു മരിക്കുന്ന സമയത്ത് അയാള് കണ്ടതാരെയാണ്? സ്വർഗമാണ്. മനോഹരമായ സ്വർഗം അയാളെ കണ്ടിരിക്കുകയാണ്. സ്വാലിഹായ മനുഷ്യൻ മനോഹരമായ സ്വർഗം അയാളെ കണ്ടിട്ടാണ് മരിക്കുന്നത്. ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ് ഭാര്യയോട്, മരണാസന്നമായി കിടക്കുന്ന സമയത്ത് അവിടുന്ന് കരയുകയാണ്. ഭാര്യ ചോദിച്ചു, എന്തിന് കരയണം? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങൾ എന്തിന് കരയണം? നിങ്ങൾ മദീനയിലെ പള്ളിയിലെ 2ാം മുദരിസല്ലേ? അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായതിനു ശേഷം മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് തങ്ങളും അടക്കമുള്ള വലിയ നേതാക്കന്മാർ അവർ രാജ്യ പുരോഗതിക്ക് വേണ്ടിയും ഇസ്ലാമികമായ സാമ്രാജ്യങ്ങൾക്ക് വേണ്ടിയും അത്തരം ദഅവത്തിന്റെ മേഖലകളിൽ അവർ വ്യാപൃതരായപ്പോൾ മഹാനായ ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീനയിലെ മസ്ജിദുൻ നബവിയിൽ മുദല്ലിസായി, ഇൽമിന്റെ സേവകനായി, വലിയ ബറക്കത്തുള്ള മനുഷ്യനായി, അങ്ങനെയുള്ള മഹാൻ മരണാസന്നമായ സമയത്ത് കരയുന്ന സമയത്ത് ഭാര്യ ചോദിച്ചു, നിങ്ങൾ എന്തിന് കരയണം? നിങ്ങൾ റസൂലുള്ളാഹിന്റെ വലിയ മുഹിബ്ബല്ലേ? അന്നേരത്തു പറയുകയാണ്, ഓ പ്രിയപ്പെട്ടവളെ, മരണാസന്നനായ മനുഷ്യന് രണ്ടാലൊരു സുവിശേഷമുണ്ട്. ഒന്നുകിൽ അയാൾ നരകക്കാരനാണ്, അതല്ലെങ്കിൽ അയാൾ സ്വർഗക്കാരനാണ്. സ്വർഗക്കാരനായ മനുഷ്യൻ മരണപ്പെടുന്ന സമയത്ത് അയാൾക്ക് സ്വർഗം കാണിക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നരകക്കാരനായ ആൾ മരിക്കുന്ന സമയത്ത് അയാൾക്കും നരകവും കാണിക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് രണ്ടാലൊന്ന്. ഇതാരാണ്? ചെറിയ ആളൊന്നുമല്ല. സയ്യിദുനാ അബൂ ഹുറൈറ സ്വഹാബിമാരിൽ പ്രമുഖനാണ്. സഹോദരങ്ങളെ, സ്വഹാബി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ 99 വർഷം, 100 കൊല്ലം അയാൾ ജീവിച്ചു. 99 കൊല്ലവും തെമ്മാടിയാണ്. തെമ്മാടി എന്ന് പറഞ്ഞാൽ ചെറിയ തെമ്മാടി അല്ല. കള്ളുകുടി, പെണ്ണുപിടി, വ്യഭിചാരം, പലിശ എന്നു വേണ്ട എല്ലാ ആഭാസങ്ങളും ഉണ്ടായിരുന്നു. 99ാമത്തെ വയസ്സ് ഇന്ന് തികഞ്ഞു. അയാൾ മദീനയിൽ പോയി. മദീനയിൽ ആര് ജീവിച്ചിരിക്കുകയാ? ലോകൈക ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്ന മദീനയിലെ പള്ളിയിൽ ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് മുസ്ലിമാകണം നബിയേ, എനിക്ക് മുസ്ലിമാകണം നബിയേ. ഞാൻ ഇന്നലെ പോലെ കള്ളുകുടിയൻ, പെണ്ണുപിടിയൻ, തോന്നിവാസി, ധിക്കാരി, തമ്മാടി, ഞാൻ ചെയ്യാത്ത വേണ്ടാത്തരൊന്നും ബാക്കിയില്ല നബിയേ, എനിക്ക് മുസ്ലിമാകണം എന്ന് പറഞ്ഞയാള് ഹബീബിന്റെ കയ്യിൽ പിടിച്ച് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്, ഷഹാദത്തിന്റെ മാസ്മരികമായ മന്ത്രോച്ചാരണങ്ങൾ അയാൾ ഉരുവിട്ട് കൽബിലങ്ങ് വിശ്വസിച്ചു.
സഹോദരങ്ങളെ, മദീനയിലെ പള്ളിയിൽ ളുഹറിന് സമയമായിട്ടില്ല. ഇനിയും 10 മിനിറ്റ് കൂടി ബാക്കിയുണ്ട് ളുഹർ ബാങ്ക് വിളിക്കാൻ. ഈ മനുഷ്യൻ റസൂലുള്ളാഹിന്റെ കയ്യിൽ പിടിച്ച് ഷഹാദത്ത് കലിമ ചൊല്ലി തീരേണ്ട താമസം അയാളുടെ ഹൃദയം പൊട്ടിയെന്ന് മരിച്ചു പോകുകയാണ്. എന്റെ ഹൃദയമുള്ള നല്ലവരിൽ നല്ലവരായ ജനങ്ങളെ, ഞാനും നിങ്ങളും എത്ര മോശക്കാരാണ്, ഞാനും നിങ്ങളും എവിടെ നിൽക്കുകയാണെന്ന് ചിന്തിക്കാനാണ് ഞാൻ ഈ ഉദാഹരണം പറയുന്നത്. ഞാൻ എന്നെപ്പറ്റി ആലോചിക്കാൻ, നിങ്ങൾ ഓരോരുത്തരെ പറ്റിയും ആലോചിക്കാനാണ് ഞാൻ ഈ എക്സാമ്പിൾ പറയുന്നത്. സഹോദരാ, മരണപ്പെട്ടുപോയ മനുഷ്യന്റെ ജനാസ മഹാന്മാരായ സഹാബിമാരും പുന്നാര നബിതങ്ങളും ചേർന്നങ്ങ് കബറടക്കി പോയി. ആ മനുഷ്യൻ ആരാണെന്നറിയുമോ? റസൂലുള്ളാഹിനെ കണ്ട് മുസ്ലിമായ സ്വഹാബിയാണ്. ഒരു റക്അത്ത് നിസ്കരിച്ചിട്ടില്ല സഹോദരാ, ഒരു റക്അത്ത് നിസ്കരിച്ചിട്ടില്ല, ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞിട്ടില്ല, ഒരു സ്വലാത്ത് ചൊല്ലിയിട്ടില്ല, ഒരു തസ്ബീഹ് ചൊല്ലിയിട്ടില്ല, ഒരു ലഫ്ള് ഖുർആൻ പാരായണം ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ആ മനുഷ്യനങ്ങ് മരണപ്പെട്ടുപോയി. 99 വർഷക്കാലം കള്ളുകുടിയനേ, പെണ്ണുപിടിയനേ, ചൂതുകളിയനേ, പലിശക്കാരനേ, ധിക്കാരിയായ മനുഷ്യനെ അങ്ങനെ ജീവിച്ചയാളാണ്. പക്ഷേ റസൂലുള്ളാഹിന്റെ മുവാജഹത്തിൽ വന്നിട്ട് തിരുനബി തിങ്കൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിട്ട് കണ്ട് അവിടുത്തെ കരങ്ങളിൽ പിടിച്ചു മുസ്ലിമായ മനുഷ്യൻ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി തങ്ങളെ അറിയുമോ? कादिरी कर कादिरी रख कादिरियों में मुठा कदरे अब्दुल कादिरे खुद रत्नमा के वास्ते. ഖുതുബുൽ അഖ്താബ് എന്ന പദവിയുള്ള മഹാനാണ്, ഔസുൽ അഅ്ലം എന്ന പദവിയുള്ള മഹാനാണ്. ഖുതുബുൽ അഖ്താബ് തങ്ങൾ ഈ മനുഷ്യന്റെ പദവിയിലെത്തുകയില്ല. ഈ മനുഷ്യൻ അതിനും മേലെയാണ്. സഹോദരങ്ങളെ, അഹ്മദുൽ കബീർ റിഫായി തങ്ങൾക്കോ ഖാജാ തങ്ങൾക്കോ ലോകത്ത് കടന്നു വന്ന ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഇമ്മത്തിനോ ആ മനുഷ്യന്റെ പദവിയിലെത്താൻ കഴിയില്ല. അതെന്തുകൊണ്ടാണ്? സ്വഹാബി എന്ന പവർ അത്ര വലിയ പവറാണ്. അതെന്തുകൊണ്ട് നേടിയതാണ്? ഹബീബിനെ കണ്ടുമുട്ടി എന്ന കണ്ടുമുട്ടൽ, വിശുദ്ധ ഇസ്ലാമിലായി മുത്തുനബിയെ കണ്ടുമുട്ടി അവിടുത്തെ സുഹബത്ത് സ്വീകരിച്ചു എന്ന പ്രത്യേകതയാണ്. ആ സ്വഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ പോകുന്നത് നരകത്തിലേക്കാണോ അതല്ല സ്വർഗത്തിലേക്കാണോ എന്ന വിഷയത്തിൽ എനിക്ക് പേടിയുണ്ട്, അതുകൊണ്ട് ഞാൻ കരയുകയാണ്. ഒരു മനുഷ്യന് രണ്ടാലൊരു കാര്യം സുനിശ്ചിതമായി അയാൾ അറിയും. ഒന്നുകിൽ അയാൾ പോകുന്നത് നരകത്തിലേക്കാണെങ്കിൽ നരകം, സ്വർഗത്തിലേക്കാണെങ്കിൽ സ്വർഗം. ഇവിടെ സച്ചരിതനായ സാലിഹായ മനുഷ്യൻ കണ്ടത് സ്വർഗമാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഇനി ലേറ്റാകുന്നത് വലിയ പ്രയാസാണ്. എത്രയും പെട്ടെന്ന് താൻ കണ്ട സ്വർഗം, താൻ കണ്ട് ലോകത്തോട് വിട പറഞ്ഞു പോയ സ്വർഗം, ആ സ്വർഗത്തിൽ എത്തിപ്പെടാനുള്ള അഭിനിവേശവും അഭിവാഞ്ചയും അഭിലാഷവും ആ മനുഷ്യന്റെ ഹൃദയത്തെ വല്ലാതെ ഇങ്ങനെ ത്രസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാലിഹായ മനുഷ്യൻ ഖബറിലേക്ക് പോകാൻ ആഗ്രഹിക്കണം എന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. നിങ്ങൾക്കറിയുമോ മഹാനായ ഇബ്ൻ ഹിറാഷ് ഇബ്ൻ ജഹ്സിൽ അബ്സി റഹിമഹുല്ലാഹ് ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്, ഇമാം നസായിയുടെ ഉസ്താദാ, ഇബ്നു മാജയുടെ ഉസ്താദാണ്, തുർമുദിയുടെ ഉസ്താദാണ്, സിഹാഹുസ്സിത്തയുടെ മുഴുവൻ ഉലമാക്കളുടെയും ഉസ്താദായ മഹാനായ ഇബ്ൻ ഹിറാഷ് ഇബ്ൻ ജഹ്സിൽ അബ്സി റഹിമഹുല്ലാഹ്. സഹോദരാ, എന്നെപ്പോലെ നിങ്ങളെപ്പോലെയല്ല ഞാനും നിങ്ങളും കോമഡി കാണുകയാ, സിനിമ കാണുകയാ, സീരിയൽ കാണുകയാ, റിയാലിറ്റി ഷോ കാണുകയാ.
എന്തിനു വേണ്ടിയാണ്? രസിക്കാൻ വേണ്ടിയാ, ചിരിക്കാൻ വേണ്ടിയാ, ആസ്വദിക്കാൻ വേണ്ടിയാ. റബീഉ ഇബ്നു ഹിറാശ് തങ്ങള് ജീവിതത്തിൽ എന്നെ പോലെ നിങ്ങളെ പോലെ ചിരിച്ചിട്ടില്ല. റബീഉ ഇബ്നു ഹിറാശ് തങ്ങള് ജീവിതത്തിൽ എന്നെ പോലെ നിങ്ങളെ പോലെ ചിരിച്ചിട്ടില്ല. ഞാൻ നിങ്ങൾ ചിരിക്കാൻ വേണ്ടി സീരിയൽ കാണാണ്, സിനിമ കാണാണ്, സിനിമ കോമഡി കാണാണ്. എന്തിനാണ്? ചിരിക്കാൻ വേണ്ടി, രസിക്കാൻ വേണ്ടി. എന്നാൽ റബീഉ ഇബ്നു ഹിറാശ് ഇബ്നു ജഹ്ശിൽ അബ്സി റഹിമഹുല്ലാഹ് ജീവിതത്തിൽ ചിരിച്ചിട്ടില്ല. എന്നെ പോലെ നിങ്ങളെ പോലെ ചിരിച്ചിട്ടില്ല. എന്നാൽ അവിടുത്തെ ജനാസയായി കിടന്നപ്പോൾ വഹുവ യദ്ഹകു, ആ ജനാസ ചിരിക്കുകയാണ്. ജനങ്ങൾക്ക് ജനാസ എടുക്കാൻ മനസ്സ് വരുന്നില്ല. ആളുകൾ ഇങ്ങനെ തിങ്ങിക്കൂടുകയാണ്, ലക്ഷക്കണക്കിന് ആളുകൾ. ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹ് മുസ്ലിം എന്ന കിതാബുണ്ട്. ഇമാം മുസ്ലിം നൈസാബൂരി തങ്ങളുടെ സ്വഹീഹ് മുസ്ലിമിന് വ്യാഖ്യാനം എഴുതിയതാണ് ശറഹ് മുസ്ലിം. അതിന്റെ തുടക്കത്തിൽ മഹാന്മാരായ റിപ്പോർട്ടേഴ്സിനെ പറയുന്നുണ്ട്, റാവിമാരെ. വരിബഇയ്യു താബിഇയ്യുൻ കബീറുൻ ജലീലുൻ ലം യക്ദിബ് ഖത്തുൻ വഖലഫ അന്നഹു ലാ യദ്ഹഖു ഹത്താ യഅലമു ഐന മസീറുഹു ഫമാ ളഹക ഇല്ലാ ബഅദ മൗതിഹി. സുബ്ഹാനല്ലാഹ്. അന്നേരത്ത് ഹാത്തിഫ് യഖൂൽ, ഒരാൾ വിളിച്ചു പറയുകയാണ്, ജനങ്ങളെ വേഗം എന്റെ ജനാസ എടുക്കുവീൻ. ജീവിതത്തിൽ എന്നെ പോലെ നിങ്ങളെ പോലെ പൊട്ടിച്ചിരിക്കാത്ത മഹാൻ അവിടുന്ന് മരണപ്പെട്ട് കിടന്നപ്പോൾ ജനാസ ചിരിച്ചു കിടക്കുകയാണ്. ജനങ്ങൾക്ക് ജനാസ എടുക്കാൻ മടിയായി. അന്നേരത്തൊരശരീരി കേൾക്കുകയാണ്, വേഗമാകട്ടെ ജനങ്ങളെ, എന്റെ ജനാസ എടുക്കുവീൻ. കാരണം എന്താണ്? ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൻദുറുനി ഫീ ഖബരി, എന്റെ ഖബറിൽ പുന്നാര നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. സാലിഹായ മനുഷ്യന്റെ ഖബർ എത്ര ഗംഭീരമാണ്, എത്ര പ്രൗഢമാണ്. സഹോദരാ, എന്റെ ഖബറിലെ അവസ്ഥ എന്താണ്? നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ചേ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഖബറിലെ അവസ്ഥ എന്താണ്? ഖബറാളിയായ മനുഷ്യന്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. ജനാസയെടുത്തിങ്ങനെ തോളത്ത് വെച്ച് ഖബറിലേക്ക് നടക്കുന്ന സമയം അതാ ഭൂമിയാ ജനാസയോട് സംസാരിക്കുകയാണ്. ഭൂമി ആ ജനാസയോട് വർത്തമാനം പറയുമെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യന്റെ ജനാസയെടുത്ത് തോളത്ത് വെച്ച് നടന്നിങ്ങനെ പോകുമ്പോൾ ഭൂമി അവനോട് സംസാരിക്കും. وَإِذَا حُمِلَ عَلَى الْجَنَازَةِ نُودِي بِثَلَاثِ صَيْحَاتٍ, മൂന്നട്ടഹാസങ്ങൾ കൊണ്ട് ഭൂമി അവനെ വിളിക്കും. യബ്ന ആദം തൂബാ ലക ഇൻ കുൻത തായിബാ, തൂബാ ലക ഇൻ കാന അമലുക ഖൈറാ, തൂബാ ലക ഇൻ കാന സ്വഹിബക റിദ്വാനുല്ലാഹി തആലാ. ഒരു മനുഷ്യന്റെ ജനാസ ഖബറിലേക്ക് കൊണ്ടുപോകുന്ന സമയം ആ ജനാസയോട് ഭൂമി ആർത്തട്ടഹാസം മുഴക്കി ചോദിക്കും, യബ്ന ആദം, മനുഷ്യാ, തൂബാ ലക ഇൻ കുൻത തായിബാ, നിനക്ക് മർഹബാ, നിനക്ക് സ്വാഗതം, നിനക്ക് മംഗളം. ചെയ്തുപോയ തെറ്റുകൾക്ക് മുഴുവനും അല്ലാഹുവിന്റെ ദർബാറിൽ കണ്ണീരൊലിപ്പിച്ച് കരങ്ങൾ ഉയർത്തി പൊട്ടിക്കരഞ്ഞ മാപ്പ് പറഞ്ഞവനാണോ നീ? എന്നാൽ നിനക്ക് എന്നിലേക്ക് സ്വാഗതം. പോരാ പോരാ, തൂബാ ലക ഇൻ കാന അമലുക ഖൈറാ, നിസ്കരിച്ചവനേ, നോമ്പെടുത്തവനേ, ഹജ്ജ് ചെയ്തവനേ, സകാത്ത് കൊടുത്തവനേ, ദാനധർമ്മങ്ങൾ അനുഷ്ഠിച്ചവനേ,
കള്ളു കുടിക്കാതെ, പെണ്ണ് പിടിക്കാതെ, ചൂത് കളിക്കാതെ, പലിശയിടപാട് നടത്താതെ, ആലിമീങ്ങളെ തെറി പറയാതെ, തങ്ങന്മാരെ കുറ്റം പറയാതെ, 5 നേരം കൃത്യമായി നിസ്കരിച്ച് പടച്ചവനെ പേടിച്ച് നല്ലൊരു ജീവിതം നയിച്ചവനെ, തൂബാലക ഇൻ കാന അമലുക ഖൈറാ, നിന്റെ അമല്, നിന്റെ പ്രവർത്തനങ്ങൾ, നിന്റെ സുഹൃതങ്ങൾ ആണോ നിന്റെ അമല്, എന്നാൽ നിനക്ക് ഞാൻ സ്വാഗതം, നിനക്ക് മർഹബാ, നിനക്ക് മംഗളം. പോരാ പോരാ, തൂബാലക ഇൻ കാന സുഹിബക റിദ്വാനുല്ലാഹി തആല. എടോ, നിന്റെ ജീവിതം, നിന്റെ സഹവാസം അല്ലാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമാണെങ്കിലും നിനക്ക് സ്വാഗതമെന്ന് ഖബർ എന്നല്ല, ഭൂമി അവനെ വിളിക്കുകയാണ്. ഇന്നലെ വരെ നീ എന്തൊരു ഗമയിലായിരുന്നു നടന്നത്? മുതലാളിയായിരുന്നില്ലേ? പ്രസംഗിക്കുന്ന മുസ്ലിയാരായിരുന്നില്ലേ? ആളുകളെ പണം കൊണ്ട് അഹങ്കാരത്തിന്റെയും അഹന്തയുടെയും വികാരത്തിന്റെയും മൂർത്തിമൽ ഭാവമായി ഞാൻ മുതലാളിയാണ്, ഞാൻ തേർഡ് റേറ്റ് റൗഡിയാണ്, ഗുണ്ടയാണ്, ഞാൻ നാട്ടിലെ പ്രമാണിയാണ്, ഞാൻ ഇവിടുത്തെ പ്രൈം മിനിസ്റ്ററാണ്, ഞാൻ MLA ആണ്, MP ആണ്, മന്ത്രിയാണ്, ഞാൻ വലിയവനാണ്, എന്നെ തോൽപ്പിക്കാൻ ആരുമില്ല, ഞാൻ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളുടെ അധീശാധികാരിയാണ്, എനിക്കൊരുപാട് സമ്പത്തുണ്ട്, എനിക്കൊരുപാട് മക്കളുണ്ട്, എനിക്കൊരുപാടുണ്ട്. അങ്ങനെ അഹങ്കാരം പറഞ്ഞ് നടന്നവനല്ലേ നീ? നിനക്ക് നാശം, നിനക്ക് നാശം. ഇൻ സ്വഹിബക സുഖ്തുല്ലാഹ്. നീ കള്ളുകുടിയനായിരുന്നോടാ? പെണ്ണുപിടിയനായിരുന്നോ? പലിശക്കാരനായിരുന്നോ? ഹാമിദ് യാസീൻ ചോദിക്കുകയല്ല, ഭൂമി അതാ ഒരു മനുഷ്യന്റെ ജനാസ അവന്റെ വീട്ടിൽ നിന്ന് തോളിലേറി പള്ളിക്കാട്ടിലേക്ക് ജനങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു ദീനമുണ്ടൊരു യാത്ര, ഒരു മടക്കമില്ലാത്ത യാത്ര. ഒരു ദീനമുണ്ടൊരു യാത്ര, ഒരു മടക്കമില്ലാത്ത യാത്ര. സമ്പാദ്യമില്ല അവിടെ, സന്താനമില്ല അവിടെ, സൽക്കർമ്മം മാത്രം അവിടെ, ഏകാന്തമായൊരു വീട്. സന്താനമില്ല അവിടെ, സമ്പാദ്യമില്ല അവിടെ, സൽക്കർമ്മം മാത്രം അവിടെ, ഏകാന്തമായൊരു വീട്. കള്ളുകുടിയനായിരുന്നോ നീ? പെണ്ണുപിടിയനായിരുന്നോ നീ? പലിശക്കാരനായിരുന്നോ നീ? നിന്റെ ഖബർ നരകമാണ് സഹോദരാ, എന്റെ ഖബർ നരകമാണ് സഹോദരാ. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്കിന്റെ അമരധ്വനികൾ ഉയർന്നു കേട്ട നേരത്ത്, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്കിന്റെ അമരധ്വനികൾ ഉയർന്നു കേട്ട നേരത്ത് 5 നേരം കൃത്യമായി നിസ്കാരം പുലർത്താതെ ായി നടന്നു ഞാനും നിങ്ങളും. എന്നിട്ട് ഖബറിലേക്ക് പോകണ്ട. ഖബറിലേക്ക് നിങ്ങളുടെ നാട്ടുകാര്, നിങ്ങളുടെ കുടുംബക്കാര്, നിങ്ങളുടെ മൂത്ത മകനാണ് നിങ്ങളുടെ വലത്തെ കട്ടിലിന്റെ കാല് പിടിച്ചിരിക്കുന്നത്, രണ്ടാമത്തെ മകനിടത്തെ കട്ടിലിന്റെ കാല് പിടിച്ചിരിക്കുകയാണ്, മൂന്നാമത്തെ മകൻ, നാലാമത്തെ മകൻ, അവര് 4 പേരും താങ്ങിയെടുത്താണ്
എന്തിനാണ് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്? നിങ്ങളുടെ കൊച്ചാപ്പമാരുണ്ട്, മൂത്താപ്പമാരുണ്ട്, നിങ്ങളുടെ നാട്ടുകാരുണ്ട്, നിങ്ങളുടെ രാഷ്ട്രീയക്കാരായ നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ട്. പലപ്പോഴും അതാ ബ്രാൻഡിയും വിസ്കിയും കിക്കറും ഒക്കെ മേടിച്ചിട്ട് മിസ് കോൾ അടിക്കുന്ന സമയത്ത് ബൈക്കും എടുത്ത് ചീറിപ്പാഞ്ഞ് ഏതോ ഒരു സ്ഥലത്ത് ആരുമില്ലാത്ത സ്ഥലത്തിൽ നിന്ന് കൂട്ടത്തോടെ ചിയേസ് വിളിച്ച് മദ്യപിച്ച കൂട്ടുകാര് നിങ്ങളോടൊപ്പം അന്നേരത്ത് നിങ്ങളോടൊപ്പമുണ്ട്. പള്ളിയിലെ ഇത്തികാഫിന്റെ നിയ്യത്ത് വെച്ചിരുന്ന ഉപ്പ നിങ്ങളോടൊപ്പം പള്ളിയിലിരുന്ന് ഖുർആൻ ഓതിയ, നിങ്ങളോടൊപ്പം പള്ളിയിലിരുന്ന് സ്വലാത്ത് ചൊല്ലിയ, ഇത്തികാഫിന്റെ നിയ്യത്ത് വെച്ച് പള്ളിയിൽ ഭജനയിരുന്ന സ്വാലിഹീങ്ങളായ മനുഷ്യന്മാര് ജനാസയോടൊപ്പമുണ്ട്. അവരാരും കേൾക്കുന്നില്ല ഭൂമിയുടെ അട്ടഹാസം, അവരാരും കേൾക്കുന്നില്ല ഭൂമിയുടെ അട്ടഹാസം. ഭൂമിയുടെ ചോദ്യം നീയാണ് കേൾക്കുക. ഭൂമിയുടെ ചോദ്യം നിന്റെ വാപ്പമാരോ, നിന്റെ മക്കളോ, നിന്റെ ബന്ധുക്കളോ, നിന്റെ ഭാര്യയോ, നിന്നോടൊപ്പം വരുന്നവരാരും കേൾക്കില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആരും കേൾക്കില്ല. പക്ഷേ സുബ്ഹാനല്ലാഹ് ഭൂമി ഇങ്ങനെ അട്ടഹസിക്കും നിന്നോട്. പോരാ സഹോദരങ്ങളെ, ഞാൻ ചുരുക്കി പറയുകയാണ്, ഇനി നിന്റെ ജനാസ, ആ ജനാസ ഖബറിലേക്ക് അങ്ങ് താഴ്ത്തി വെച്ചാൽ ഖബർ നിന്നോട് സംസാരിക്കുകയാണ്. ഖബർ യബ്ന ആദം കുന്ത അലാ വഗ്രി ലാഹികാ വസിർത ഫീ ബത്നി ബാകിയാ وكنت على ظهري فرحا وصرت في بطني حزينا وكنت على ظهري ناطقا فصرت في بطني ساكتا. ഖബറിലേക്ക് ഒരു മനുഷ്യന്റെ ജനാസ, ഈ ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് സ്വാലിഹായ മനുഷ്യന്റെ ജനാസ പറയും, വേഗം വേഗം കൊണ്ടുപോകന്നെ, കൊണ്ടുപോകന്നെ, എന്തിനു നിങ്ങൾ പിന്തിക്കുന്ന? എന്നാൽ തെമ്മാടിയായ മനുഷ്യന്റെ ജനാസ ഈ ഭൂമിയുടെ അട്ടഹാസം കേട്ട് ഭയക്കുകയാണ്, പേടിക്കുകയാണ്. അവൻ മരണപ്പെടുന്ന സമയത്ത് അവനെ കത്തിക്കുന്ന നരകം അല്ലാഹു അവന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആ നരകം കണ്ടുകൊണ്ടാണ് അവൻ മരിച്ചിട്ടുള്ളത്. നരകം കണ്ടുകൊണ്ട് മരിച്ച മനുഷ്യനറിയാം, ഞാൻ പോകുന്നത് നരകത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ അവൻ ആർത്തട്ടഹസിച്ചു വിളിക്കും, ഐന തദ്ഹബൂന ബീ ലാ തദ്ഹബൂന ബീ, കൊണ്ടുപോകല്ലേ, 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 നിങ്ങൾ എവിടേക്ക് കൊണ്ടുപോകാ എന്നെ, നിങ്ങൾ എവിടേക്ക് കൊണ്ടുപോകാ എന്നെ, വേണ്ട, എന്നെ കൊണ്ടുപോകല്ലേ, കൊണ്ടുപോകല്ലേ എന്നാ ജനാസ ആർത്തട്ടഹസിച്ചു നിലവിളിക്കുമെന്ന് ഹബീബേ ഖുദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുന്ന് പഠിപ്പിക്കുകയാണ്. സാദിഖുൽ മസ്ദൂഖാണ് മുത്തുനബി, അവിടുന്ന് കളവ് പറയില്ല. അവിടുന്ന് പറഞ്ഞു, അങ്ങനെ ഈ ജനാസ ഖബറിലേക്കങ്ങ് കൊണ്ടുവച്ച്, സഹോദരാ നിങ്ങൾ ആലോചിച്ചു നോക്ക്, നിങ്ങൾ ഓരോരുത്തരും ഒന്ന് മരിച്ചെന്ന് സങ്കല്പിക്കുക. അല്ലാഹു അവന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി എനിക്കും നിങ്ങൾക്കും ആഫിയത്ത് നൽകട്ടെ, ദീർഘായുസ് നൽകട്ടെ. അല്ലാഹു നമുക്ക് ഏറ്റവും മഹത്തായ സമയത്ത് കാമിലായ ഈമാനോടെ സുഹൃതങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ, തൗബ പൂർണ്ണമായും ചെയ്തിട്ടിരിക്കുമ്പോൾ, ഏറ്റവും നല്ല മഖാമിൽ വെച്ച്, ഏറ്റവും നല്ല രാവിൽ, ഏറ്റവും നല്ല സമയത്ത്, ഏറ്റവും നല്ല സ്വാലിഹീങ്ങളുടെ സുഹബത്തിലിരിക്കുന്ന നേരത്ത് നമ്മുടെ ആത്മാവിനെ അല്ലാഹു പിടിക്കട്ടെ. സഹോദരങ്ങളെ, വളരെ ഗൗരവമുള്ള വിഷയമാണ്. നിസാരമായി വയറ് കേട്ടിങ്ങനെ പൊടിയും തട്ടി എഴുന്നേറ്റ് പോകാനുള്ളതല്ല. സുബ്ഹാനല്ലാഹ്, ഈ മനുഷ്യന്റെ ജനാസ ഖബറിൽ നിങ്ങൾ ആലോചിച്ചു നോക്ക്, നിങ്ങൾ ഓരോരുത്തരും മരിക്കുകയാണ്. ഈ സദസ്സിൽ ഇങ്ങനെ ഇരുന്നിട്ട് നിങ്ങൾ ഇങ്ങനെ സങ്കല്പിക്കും, ഞാനെന്ന് മരിച്ചു, എന്റെ ജനാസ ഖബറിലേക്ക് ഇങ്ങനെ താഴ്ത്തി വെക്കാണ്. താഴ്ത്തി വെക്കുന്ന സമയം സുബ്ഹാനല്ലാഹ്, എല്ലാ പലകയും ഇങ്ങനെ അടുക്കി 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 വെക്കും. പലക അടുക്കുന്ന സമയത്ത് ഖബറിൽ ഇരുട്ടിങ്ങനെ പരന്നുകൊണ്ടേയിരിക്കും.
പലക അടുക്കി അങ്ങ് പൂർത്തിയാകുമ്പോൾ, ഇരുട്ട് പൂർത്തിയാകും, ആ പലകയുടെ ഇടയിലൂടെ ചെറിയ വിടവുകൾ ഇങ്ങനെ ഉണ്ടാവും, സുഷിരങ്ങൾ. അതിലൂടെ ഇങ്ങനെ വെളിച്ചം അകത്തേക്ക് കടക്കും. സുബ്ഹാനല്ലാഹ്. ആളുകൾ പറയും, ദേ അവിടെ ഹോളുണ്ട്, അവിടെ ദ്വാരമുണ്ട്, അത് അടക്കി. ഉടനെ ചെടിയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്ന് കല്ലോ ഒക്കെ മേളി വെച്ച് അത് ഭദ്രമായിട്ട് അങ്ങ് അടയ്ക്കും. പിന്നെ നീ സൂര്യോദയം കാണില്ല, പിന്നെ ഞാൻ പ്രകാശം കാണില്ല. ഹബീബ് പറഞ്ഞു, മുഹമ്മദ് മുസ്തഫ. എന്നാൽ ആ ഖബറിൽ പ്രകാശിക്കുന്ന ചില ആളുകളുടെ ഖബറുണ്ട്. എന്റെ ഉമ്മമാരെ, എന്റെ ചെറുപ്പക്കാരെ, ഖബറിൽ പ്രകാശം ലഭിക്കുന്ന ചില ആളുകളുണ്ട്. അവരാരാണ്? പാതിരാത്രി സമയത്ത് ലോകം മുഴുവനും കൂർക്കം വലിച്ചുറങ്ങിക്കിടന്ന സമയത്ത് ഭാര്യ അറിഞ്ഞില്ല, മക്കളറിഞ്ഞില്ല, നാട്ടുകാരറിഞ്ഞില്ല, ബന്ധുക്കളറിഞ്ഞില്ല, സ്വന്തക്കാരറിഞ്ഞില്ല. ഏകാന്തമായി ഒറ്റയ്ക്ക് പാതിരാത്രി സമയത്ത് എഴുന്നേറ്റ് ഉളുണ്ടാക്കി സഹോദരങ്ങളെ ലോകം മുഴുവനും കൂർക്കം വലിച്ചുറങ്ങുന്ന സമയത്ത് തഹജ്ജുദ് നിസ്കരിച്ച ആളുകളില്ലേ? എന്ന് വിളിച്ചു ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് പടച്ചവന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തി, പൊറുക്കണേ തമ്പുരാനെ, പൊറുക്കണേ തമ്പുരാനെ. അല്ലാഹുവിങ്കലേക്ക് കരങ്ങൾ ഉയർത്തി പൊട്ടിക്കരഞ്ഞ് ദുആരന്നു പോയ മനുഷ്യന്മാരില്ലയോ? സുദീർഘമായി തഹജ്ജുദ് നിസ്കരിച്ച മനുഷ്യന്മാരില്ലയോ? അവരുടെ ഖബറുകളിൽ ഇരുട്ട് പരക്കുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ ഖബറിൽ പ്രകാശമുണ്ടാകും. അവര് വെളിച്ചവുമായി പോകുന്നവരാണ്, വിളക്കും കരുതി പോയവരാണ്. ഞാനും നിങ്ങളും എന്താണ് കരുതി വെച്ചിട്ടുള്ളത്? പാതിരാത്രി സമയത്ത് ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളായ പെങ്ങന്മാരെ ആലോചിച്ചു നോക്ക്. നേരത്തെയും കാലത്തെയും കിടന്ന് ഉറങ്ങൂല്ല. എത്ര മണിക്കാ ഉറങ്ങുക? 12 മണി, 1 മണി, 2 മണി. ഞാൻ നിങ്ങൾ ഉറങ്ങാൻ സമയം നിസ്കാരത്തിലായിരിക്കോ? ഖുർആൻ ഓതലിലായിരിക്കോ? തസ്ബീഹിലായിരിക്കോ? ഒന്നുമല്ല, വാട്സപ്പിലായിരിക്കും, ഫേസ്ബുക്കിലായിരിക്കും, ഇന്റർനെറ്റിലായിരിക്കും, യൂട്യൂബിലായിരിക്കും, ഗൂഗിളിലായിരിക്കും. അതിനകത്താണ് നിസ്കാരവും, അതിനകത്താണ് ഖുർആനോദലും, അതിനകത്താണ് ദിക്റും സ്വലാത്തും ഇബാദത്തും ഒക്കെ അതിനകത്താണ്. ഇപ്പൊ കൽബിലൊന്നുമില്ല, എല്ലാം മൊബൈൽ ഫോണിലാണ്. ആലോചിച്ച് നോക്ക് സഹോദരങ്ങളെ. ഇതാണ് അപ്പൊ എന്റെ നിങ്ങളെ സമ്പാദ്യം എന്താണ്? ഒരുപാട് സീരിയലുകളുമായിട്ടാണ് നമ്മൾ ഖബറിലേക്ക് പോകുക. ഉമ്മമാരെ, ഞാനും നിങ്ങളും ഖബറിൽ പോകുന്ന എന്തുകൊണ്ടാ? സീരിയലുകൾ കൊണ്ട് ഖബറിൽ പോകും, സിനിമ കൊണ്ട് ഖബറിൽ പോകും, സിനിമാ സ്റ്റാറുകളെ കൊണ്ട് ഖബറിൽ പോകും. നേരത്തെ ഞാൻ ഉദ്ധരിച്ച ഹദീസ് സംഭവം, റിബഈ ഇബ്നു ഹിറാശ് തങ്ങളുടെ സംഭവം, ഞാനത് തുടക്കത്തിൽ മനഃപൂർവ്വം പറഞ്ഞതാണ്. സഹോദരങ്ങളെ, അവിടുത്തെ ജനാസയുടെ ഭാഗത്ത് നിന്ന് കേട്ട അശരീരി ജനങ്ങളെ, വേഗം എന്റെ ജനാസ എടുക്ക്. ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൻദുറുനി ഫീ ഖബരി, എന്റെ ഖബറിൽ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ കാത്തിരിക്കുകയാണ്. വേഗം എന്റെ ജനാസ എടുക്കുകയും. കാരണം എന്താണ്? ഇബ്നു ഹിറാശ് തങ്ങൾ എന്നെ പോലെയല്ല, നിങ്ങളെപ്പോലെയല്ല. മഹാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പഞ്ഞിയോ കോട്ടനോ പോലത്തെ സാധനമെടുത്ത് അവിടുത്തെ ചെവിയിൽ ഇങ്ങനെ തിരികെ വെക്കുമായിരുന്നു. ഹദീസ്, ഖുർആൻ, സ്വലാത്ത്, ദിക്ർ, ഇതല്ലാത്തതൊന്നും എന്റെ കാതുകൾക്ക് കേൾക്കാതിരിക്കാൻ പുറത്തിറങ്ങുന്ന സമയത്ത് കോട്ടനെടുത്ത് ചെവിയിൽ വെക്കുമായിരുന്നു. എന്തിനാണ്? ഖുർആൻ കേൾക്കട്ടെ എന്റെ ചെവിയിൽ. ഹദീസ്, സഹോദരങ്ങളെ, സിഹാഹുസിത്തയുടെ മുഴുവൻ ഉലമാക്കളുടെയും ഉസ്താദായി വരുന്ന മഹാനാണ് ഇമാം ബുഖാരിയുടെ അടക്കം, മുസ്ലിം തങ്ങളുടെ അടക്കം. ആ വലിയ ഉസ്താദാണ് പറയുന്നത് എന്റെ ഖബറിൽ. കാരണം അവർ മഹബത്ത് വെച്ചത് മുത്തുനബിയെയാണ്. ഈ കാണുന്ന ആളിനെ അറിയാമോ?
സ്വാലിഹായ മനുഷ്യൻ പറയും, ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലി കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലി ഒരു റബീഉൽ അവ്വലിന്റെ പ്രഭാതത്തിലോ പ്രദോഷത്തിലോ രാത്രിയിലോ എപ്പോഴെങ്കിലും കിടന്നുറങ്ങിയപ്പോൾ അതാ പുഞ്ചിരിക്കുന്ന പൂമുഖവുമായി കടന്നു വന്ന താജ്ദാറെ മദീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖബറിൽ കാണിച്ചിട്ട് മലക്കുകൾ ചോദിക്കും, ഇയാൾ ആരാണെന്നറിയുമോ? അന്നേരത്ത് സാലിഹായ മനുഷ്യനില്ലയോ? അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ ദർശിച്ചു പോയ മനുഷ്യനില്ലയോ? അദ്ദേഹം പറയും, ഹാദാ റസൂലുള്ളാഹ് റഫീഖി വമലാദി വമൽജഇ മുഹമ്മദ് മുസ്തഫ. എനിക്കറിയാം ഇതെന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഹബീബ് ഖബറിൽ വരുമെന്നാണ്. എന്നാൽ കള്ളുകുടിച്ച് നടന്നവൻ, പെണ്ണ് പിടിച്ച് നടന്നവൻ, പലിശക്കാരനായി നടന്നവൻ, തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയവൻ അവന്റെ അടുക്കലേക്ക് കാണിക്കപ്പെടും. അന്നേരത്ത് അവൻ എന്തു പറയും? എനിക്കറിയില്ല, എന്റെ നാശമേ, എന്റെ നാശമേ. സ്വാലിഹായി മരിക്കണം ഞാൻ, നിങ്ങൾ എല്ലാവരും സ്വാലിഹായി മരിക്കണം പെങ്ങന്മാരെ, സഹോദരന്മാരെ. സുബ്ഹാനല്ലാഹ്, ഖബറിലേക്ക് എല്ലാ പലകയും അങ്ങടുക്കി കഴിയുകയാണ്. മണ്ണുവാരിയിടും, മക്കള് പോലും മണ്ണുവാരിയിടും. വാപ്പാടെ ഖബറിന്റെ മേലെയാണ്. വാപ്പാനെ കൊണ്ടുവന്ന് മണ്ണിനോട് ചേർത്തു വെച്ച്, കവിൾത്തടത്തിലും പോലും മണ്ണോട് ചേർത്തു വെച്ച് വാപ്പാടെ ജനാദയുടെ മേലെ ചെറിയ മകനും വാരിയിടും. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖറാ. ഞാൻ എത്ര വാരിയിട്ടിരിക്കുന്നു, നിങ്ങൾ എത്ര വാരിയിട്ടിരിക്കുന്നു മണ്ണ്. എത്രയോ ആളുകളുടെ ജനാസയുടെ പുറത്ത് ഞാനും നിങ്ങളും എത്രയോ തവണ മണൽ വാരിയിട്ടിരിക്കുന്നു. 2 കൈകൾ കൊണ്ട് 3 തവണ വാരിയിടൽ സുന്നത്താണെന്ന് പുന്നാര നബി തങ്ങൾ പഠിപ്പിച്ചില്ലയോ? പക്ഷേ വാരിയിടുന്ന നേരത്ത് ഞാനോ നിങ്ങളോ ആലോചിച്ചിട്ടുണ്ടോ? എന്റെ ഖബറിന്റെ മേലെ, എന്റെ ജനാസയുടെ മേലെ എപ്പോഴാ മണ്ണ് വാരിയിടുക, എപ്പോഴാ മണ്ണ് വാരിയിടുക? എന്നാ ഞാൻ മരിക്കുക, എന്നാ ഞാൻ മരിക്കുക എന്ന് ഞാനോ നിങ്ങളോ ആരുടെയെങ്കിലും ജനാസയുടെ പുറത്ത് മണ്ണ് വാരിയിട്ടപ്പോൾ സഹോദരാ സഹോദരാ കൽബ് കൊണ്ട് ആലോചിച്ചിട്ടുണ്ടോ? അല്ലാഹുവിനെ പേടിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാവരും മണ്ണുവാരിയിട്ട് മടങ്ങിപ്പോകും. പിന്നെ അവിടെ നിന്റെ മകൻ നിൽക്കൂല്ല, നിന്നെ ഒരുപാട് സ്നേഹിച്ച നിന്റെ പ്രിയപ്പെട്ട ഭാര്യ നിൽക്കൂല്ല, നിന്റെ പ്രിയപ്പെട്ട പൊന്നോവന പുത്രനില്ലയോ സഹോദരാ? ബൈക്ക് വേണമെന്ന് പറഞ്ഞപ്പോ നീ അവന് 1.5 ലക്ഷം രൂപയുടെ ബൈക്ക് മേടിച്ചു കൊടുത്തു. കാറ് വേണമെന്ന് പറഞ്ഞപ്പോ നീ അവന് ലക്ഷങ്ങളെ മുടക്കി കാറ് മേടിച്ചു കൊടുത്തു. അവൻ വില കൂടിയ മൊബൈൽ ഫോൺ വേണമെന്ന് പറഞ്ഞപ്പോൾ 50,000-ഉം 60,000-ഉം 75,000-ഉം നീ ചെലവാക്കി വലിയ മെഗാ ഐഫോൺ മേടിച്ചു കൊടുത്തു. നീ ഒരുപാട് ചുംബനം കൊടുത്ത പൊന്നുമോനില്ലയോ? നീ ഒരുപാട് കെട്ടിപ്പിടുന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യയില്ലയോ? നിന്റെ കൂട്ടുകാരില്ലയോ? അവരാരും ഖബറിന്റെ അടുത്ത് നിൽക്കൂല്ല. അടക്കം കഴിഞ്ഞ് പച്ചമണ്ണുമായി നിന്റെ ഖബറിന്റെ മേലെ വലിച്ചിട്ടിട്ട് മീസാൻ കല്ല് തറച്ചു വെച്ചിട്ട് അവരെല്ലാവരും യാത്രയാകുകയാ. വാട്സപ്പ് കൂട്ടായ്മ എവിടെ പോയി സഹോദരാ? ഫേസ്ബുക്ക് ഫ്രണ്ട്ഷിപ്പുകൾ എവിടെ പോയി സഹോദരാ? മൊബൈൽ സൗഹൃദങ്ങൾ എവിടെ പോയി സഹോദരാ? വാട്സപ്പിൽ മെസ്സേജുകൾ അയച്ച് നിന്നോട് വിശേഷം അന്വേഷിച്ച ആളുകൾ അവരെവിടെ പോയി സഹോദരാ? ആർക്കും നിന്നെ വേണ്ട, നിന്റെ ഉമ്മാക്ക് നിന്നെ വേണ്ട, നിന്റെ വാപ്പാക്ക് നിന്നെ വേണ്ട, നിന്റെ ഭാര്യക്ക്, നിന്റെ കൂട്ടുകാർക്ക്, നിന്റെ മക്കൾക്ക്, ലോകത്താർക്കും നിന്നെ വേണ്ട. നിന്റെ ആത്മാവ് നിന്നിൽ നിന്ന് പോയി കഴിഞ്ഞിരിക്കുകയാ. നീ വെറുമൊരു ഡെഡ് ബോഡിയാ, നീ വെറുമൊരു ജനാസയാ. ഒരു ഡെഡ് ബോഡിയായ ജനാസയായ മൃതദേഹമായ മയ്യിത്തായ നിന്നെ ഇനി ലോകത്തൊരാൾക്കും ആവശ്യമില്ല, ഒരാൾക്കും ലോകത്ത് ആവശ്യമില്ല. നിന്റെ ഡെഡ് ബോഡി എത്രയും പെട്ടെന്ന് കുഴിച്ചിട്ടില്ലെങ്കിൽ അത് ദുർഗന്ധം വമിക്കും സഹോദരാ.
ആർക്കും പിന്നെ നിന്നെ വേണ്ട, എല്ലാരും പിരിഞ്ഞു പോകും. ഓരോരുത്തർക്കും ഫോൺ വരികയാണ്, അളിയാ ഞാനിപ്പോ ഒരു ജനാസ സംസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതെ ഞാൻ ഇപ്പൊ വിളിക്കാം. അവന് തിരക്കായി പോയി. നാട്ടുപ്രമാണിമാര് വന്നു, അവരൊക്കെ ഓരോ ബിസിയായി, എല്ലാരും പോയി കഴിഞ്ഞു, നീ മാത്രമായി നിന്റെ ഖബറിൽ. ഇത് ആരാർക്ക് സംഭവിക്കുന്നൊന്നുമല്ല, ഹാമിദ് യാസീന് സംഭവിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും സംഭവിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ശാപമുള്ള സംഭവമുണ്ട്. എന്താണെന്നറിയോ? നമ്മള് ഇതൊക്കെ പറയുമ്പോഴും നമുക്കൊരു ഉറപ്പുണ്ട്. എന്താ ഉറപ്പ്? ശരിയാണ് ഉസ്താദേ, നിങ്ങൾ പറയുന്നത് ശരിയാണ്, എന്റെ ജീവിതത്തിൽ വരാൻ പോണ കാര്യമാണത്. ചെറുപ്പക്കാരാലോചിക്കുകയാണ് ഇപ്പോ, എന്റെ 18 വയസ്സുള്ള പെങ്ങന്മാരാലോചിക്കുകയാണ്, ഉസ്താദ് പറയണത് ശരിയാണല്ലോ, എന്റെ ജീവിതത്തിൽ എന്റെ സൗന്ദര്യം എവിടെ പോയി? ഖബറി സൗന്ദര്യമൊന്നുമില്ല മോളെ, ബ്യൂട്ടി പാർലർ നീ പോയി ഒരുപാട് ഫേസ് വാഷ് ഒക്കെ ചെയ്ത് നീ ബ്ലക്ക് ചെയ്ത് പിരികൊക്കെ ഐബ്രോ എന്തൊക്കെ സംഭവങ്ങളാ, ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ആണുങ്ങളെ തെരുവിലിറങ്ങി ബോഡി ഷേപ്പുള്ള നീ പർദ്ദയും പിന്നെന്തുവാ ചുരിദാറൊക്കെ ഇട്ടിട്ട് കണ്ടോടാ, എന്റെ അന്താരാഷ്ട്രം കണ്ടോടാ, എന്റെ ബംഗ്ലാദേശ് കണ്ടോടാ, ഞാൻ ഗ്ലാമറാടാ, എനിക്ക് തൊലിക്ക് നിറം കൂടുതലാടാ എന്നിങ്ങനെ ആടിപ്പാടി തെരുവിലൂടെ മൊബൈൽ ഫോണൊക്കെ ചെവിയിലെടുത്തിട്ട് നീ എവിടാടാ? ഖബറി വിളിക്കോ നീ ഫോണ്? ആരെ വിളിക്കും? നിനക്ക് ഇന്നലെ വരെ മെസ്സേജ് അയച്ചിരുന്നവൻ പിന്നെ നിനക്ക് മെസ്സേജ് അയക്കൂല മോളെ, അവൻ വേറൊരുത്തന് മെസ്സേജ് അയക്കും. ചെറുപ്പക്കാരാ, മരിക്കും ഖബറി. ഇന്നലെ വരെ നിനക്ക് മെസ്സേജ് അയച്ച കാമുകിയുണ്ടല്ലോ, അവള് വേറൊരുത്തന് മെസ്സേജ് അയക്കും. അപ്പോഴും ഈ സത്യം മനസ്സിലാക്കൂല, ഇതൊന്നും ശാശ്വതമല്ല. എനിക്കിന്ന് 29 വയസ്സായി, എത്ര പെട്ടെന്ന് എന്റെ ജീവിതത്തിലെ പകുതി ആയുസ് തീർന്നു. മുഹമ്മദ് മുസ്തഫ എന്റെ ഉമ്മത്തിങ്ങളുടെ ആയുസ് 60-നും 70-നും ഇടയ്ക്കാണ്. 60 ആയാലായി, 70 ആയാലായി, അതിനു മുമ്പ് പോകാം, ക്ലീൻ ബൗൾഡ് ആകാം. ആര് കണ്ടു